ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ ഫേസും ഹെയറൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തല നിറച്ച എണ്ണ ആൻഡ് ബെയർ ഫേസ് ആയിട്ടിരിക്കുക, ഒന്നും ഇട്ടിട്ടില്ല ആൻഡ് വെരി ഡള്ളായിട്ടിരിപ്പുണ്ടല്ലേ കുറച്ചൊക്കെ. ഒന്നുമില്ല. എൻ്റെ പോസ്റ്റ് നേറ്റൽ കെയറിന് വേണ്ടിയിട്ട് വിശ്വേക ആയുർവേദത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആക്ച്വലി ദിസ് ഇസ് മൈ ഫസ്റ്റ് ഡേ. പക്ഷെ തലേ ദിവസം ഇന്നലെ തന്നെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ഇന്ന് മുതലായിരുന്നു എൻ്റെ എന്താ പറയുക തെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രാവിലെ 14 ഡേയ്സ് പാക്കേജ് എടുത്തിരിക്കുന്നത്. 14 ദിവസം ഞാൻ ഇനി ഇവിടെ തന്നെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ബാക്ക് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ്. കാരണം ഐ നീഡ് സം റെസ്റ്റ്. പോയി വരാൻ എളുപ്പമാണ്, കാരണം എനിക്ക് വീട് തൊട്ടടുത്ത ഈ സെൻറ്ററിൽ ഇരിക്കുന്ന മുടവൻമുകളാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ലാലേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്. അത്രയും എന്താ പറയുക എൻ്റെ വീടിനടുത്താണ്. തിരുമലയിൽ നിന്ന് വളരെ അടുത്താണ്. വേണമെങ്കിൽ പോയി വന്ന് ചെയ്യാം. പക്ഷെ അത് പിന്നെ വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കുന്നത്, മോളെ നോക്കുന്നത് എല്ലാമൊക്കെ ഒന്ന് ഹരിച്ചും കുണിച്ചും നോക്കിയപ്പോൾ കുറച്ചുകൂടെ നല്ലത് സ്റ്റേ ബാക്ക് ചെയ്യുന്നതാണെന്ന് തോന്നി. കാരണം സമയത്തിന് ആഹാരം, സമയത്തിന് ഉറക്കം എൻ്റെ ഉറക്കത്തിൻ്റെ കാര്യമൊക്കെ പോട്ടെ, കാരണം അതിപ്പോൾ ഉറക്കമൊന്നും ഇല്ല. എന്നാലും ഏകദേശം കുറച്ചുകൂടെ ബെറ്റർ സ്റ്റേ ബാക്ക് ചെയ്യുന്നതാണെന്ന് തോന്നി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് എൻ്റെ 2 മക്കളാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. രണ്ടുപേരും കിടന്നുറക്കമാണ്. ജാനീനെ ആക്ച്വലി ഞാൻ പിടിച്ച് കിടത്തി ഉറക്കിയതാണ്. അവൾ ഒരു 7-8 മണിക്കൊക്കെ ഇപ്പോഴും ഉറങ്ങുന്നത്. എന്നിട്ട് രാത്രി എണീക്കും ഒരു 10-11 മണിക്കൊക്കെ എണീറ്റിട്ട് പിന്നെ ഉറങ്ങുന്നത് 2 മണിക്ക്. അപ്പോൾ അതുവരെ അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ചില മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആഹാരം കഴിക്കത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എങ്ങനെയെങ്കിലും ഉറക്കണം എന്ന് വിചാരിച്ചിട്ട് അവളെ ഒന്ന് ഉറക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവ എണീക്കും. അങ്ങനെ കുറച്ച് പാടാണ്. ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞാൽ അമ്മയും ഇത്രയും നേരം ജയശേട്ടനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ജയശേട്ടന് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് കൊല്ലത്ത്. ജയശേട്ടൻ ഒരു 3 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും പോയി. അമ്മ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. വീട്ടിൽ ബെല്ലയ്ക്ക് ചോറ് കൊടുക്കണമല്ലോ. ബെല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പട്ടിയാണ്. ബെല്ലയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ രാത്രി അമ്മയായിരിക്കും കൂടെ ഉള്ളത്. അപ്പം രാവിലെയാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇപ്പം പ്രശ്നമില്ല, എനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടെ. പിന്നെ ആഹാരം എല്ലാം സമയത്ത് ഇവിടെ എത്തിക്കും. അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരെ ഒന്ന് ആക്ച്വലി ഇവനെ മേയ്ക്കാൻ പാടില്ല. പാൽ കൊടുക്കുക ഉറക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ജാനിയാണ് പിന്നെയും കുറച്ചും കൂടെ ഒരു കുസൃതി. എന്നാലും അവളെ ഹാൻഡിൽ ചെയ്യാൻ വലിയ കുഴപ്പമില്ല. അവളെ ഇടയ്ക്ക് പുറത്ത് പോയി കളിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം. എന്ന് വെച്ചാൽ ഞാൻ കൂടെ പോയി നിൽക്കണമല്ലോ, ഇവനെയും നോക്കണം അവളെ നോക്കണം എന്നുള്ളൊരു സംഭവം, അപ്പോഴാണ് പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും അമ്മ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ 14 ഡേയ്സ് പാക്കേജാണ് എടുത്തിരിക്കുന്നത്. 14 ഡേയ്സ് ഇവിടെ തന്നെ നിന്നിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. എനിക്കത് കൃത്യമായിട്ട് ഓർഡറായിട്ട് പറയാനൊന്നും അറിയില്ല. ഓയിൽ മസാജ് ഉണ്ട്, ഹെഡ് മസാജ് ഉണ്ട്, ഫേസ് മസാജ് ഉണ്ട്, ഫേസ് പാക്ക് ഉണ്ട്, ബോഡി പാക്ക് ഉണ്ട്. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാൽ കുറേ ഉണ്ട്. നവരക്കിഴിയുണ്ട്, വേറെ എന്താ ഇലക്കിഴിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ആൻഡ് ഫുഡ് അത് കൃത്യമായിട്ട് 9 times ഒരു ദിവസം 9 പ്രാവശ്യമായിട്ട് ആഹാരം അവർ കൊണ്ടുതരും. പാല്, മുട്ട, പഴം, ഇൻ ബിറ്റ്വീൻ സ്നാക്സ്, ജ്യൂസ്, ഡെയിലി കഴിക്കാനുള്ള ഓരോ ഇല കുറുക്കുകൾ, പിന്നെ കഞ്ഞി. ഇന്ന് അടിപൊളി ഒരു കഞ്ഞി ഉണ്ടായിരുന്നത്, ഉലുവ കഞ്ഞിയാണ്. പക്ഷെ ഉലുവേൻ്റെ ഒരു ടേസ്റ്റ് പോലും വന്നിട്ടില്ല. ആ ഒരു കയ്പൊന്നും ഇല്ലാണ്ട് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞി കിട്ടി. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ മാത്രമാണ് ബൈസ്റ്റാൻഡർക്ക് ഉള്ളത്. ബാക്കി 9 times ഉള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ മദറിനാണുള്ളത്. ആൻഡ് ബേബീനെയും കുളിപ്പിക്കും, എവറി ഡേ മോനെയും കുളിപ്പിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാക്കേജിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ആൻഡ് റൂം നല്ല റൂമാണ്, AC റൂമാണ്. പാലാഴിയിലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആക്ച്വലി പാലാഴിയുടെ തന്നെ മറ്റൊരു ബ്രാഞ്ച് എന്നോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനമെന്നോ പറയാം. അതാണ് വിശ്വേക. ഐ തിങ്ക് 1 year എന്തോ ആയിട്ടുള്ളൂ വിശ്വേക സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവർക്ക് 2-3 ബ്രാഞ്ച് ഉണ്ട്. അതിലെ മുടവൻമുകളിലാണ് ഇപ്പോൾ ഞാനുള്ളത്. പിന്നെ ഇവരെ പറ്റി പറയാനാണെങ്കിൽ
ഗുഡ് സർവീസ് നല്ലതാണ്. എൻ്റെ ഫസ്റ്റ് ഡേ എല്ലാം കഴിഞ്ഞു, മസാജിങ് ഒക്കെ കഴിഞ്ഞു. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഈവനിങ് വേദ് കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇനി ജസ്റ്റ് മേല് കഴുകണം. അപ്പോൾ കൃത്യമായിട്ട് ടൈമിങ്ങിന് ഫുഡ് ആൻഡ് എല്ലാ ട്രീറ്റ്മെൻറ്റും കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ട് നല്ല രസമാണ്. 2 ആഴ്ച ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഞാൻ ജയ്ഷോനോട് പറയുന്നത് 2 ആഴ്ച സുഖം, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും ഈ 2 പിള്ളേരെ വെച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേട്ടൻ പറയും, നിനക്കല്ലെങ്കിൽ സുഖമുള്ളൂ, ഞാനാണല്ലോ ജോലി ചെയ്തതെന്നൊക്കെ തള്ളി വിട്ട്. ഞാൻ പറഞ്ഞു, ഈ ഒരു പറഞ്ഞ കാര്യം ഞാൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കും, 2 വീക്സ് കഴിഞ്ഞിട്ട് ഇതുപോലെ പ്രവർത്തിച്ച് കാണിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിൽ മൊത്തം ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നാളെ മുതലുള്ളത് ഒരു ഓർഡറായിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും വീഡിയോ എടുത്തു തരാനുണ്ടെങ്കിൽ കൊള്ളാം. ഇത് ഞാൻ തന്നെ വീഡിയോ എടുക്കണ്ടേ? നമ്മൾ ആ ഒരു നല്ല രാവിലെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പം വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. എൻ്റെ മുടി എടുക്കുന്നുണ്ട് മൊത്തം എണ്ണ. ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ എണ്ണ തേക്കാറില്ല, കാരണം എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്, പെട്ടെന്ന് കുരു വരും. ഓൾറെഡി ഇപ്പോൾ കുറച്ച് പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ എണ്ണയും കൂടെ തേക്കുമ്പോൾ നന്നായിട്ട് കുരു വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, കുരുക്കൾ വന്നാലും കുഴപ്പമില്ല, മുടിയിൽ നല്ല എണ്ണയൊക്കെ തേച്ച് തന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു. ഷാമ്പൂ വാഷൊക്കെ 3rd ഡേ വരുള്ളൂ. കാരണം എൻ്റെ മുടി നല്ല ഡ്രൈയും ആവുന്നുണ്ട്, നല്ല കൊഴിച്ചിലുമുണ്ട്. അപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ എനിക്കതൊക്കെ മാറ്റിയെടുക്കണം. അതുകൊണ്ട് ഞാൻ എണ്ണയൊക്കെ വാരി പൊത്തി വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ നാളെ മുതലുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഓർഡറായിട്ട് വീഡിയോ എടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ഇതാണ് കേട്ടോ നമ്മളുടെ വിശ്വേകയുടെ ഫ്രണ്ട് പോർഷൻ. ദെൻ ഇത് ഒരു മെയിൻ ഹാൾ വരുന്നത് ഇവിടെയാണ്. ഇവിടെയൊക്കെ ഇരിക്കാൻ തന്നെ നല്ല സുഖമാണ്, പ്രത്യേകിച്ച് മഴയുടെ സമയത്ത്. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് റൂമിലോട്ട് ചെന്നപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്, ഇതുവരെ എണീറ്റിട്ടില്ല. എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ രാവിലെ 8 മണിക്കായിരുന്നു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു 7:30 ആകുമ്പോഴേ ഞാൻ എണീറ്റ് ആവശ്യത്തിന് ആഹാരമൊക്കെ കഴിച്ച് ഒരു പകുതി വയറ് നിറച്ചിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് റൂമിലോട്ട് പോകാൻ. ഇതായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് റൂം. ആൻഡ് എൻ്റെ തെറാപ്പിസ്റ്റ് അമ്മു രാവിലെ തന്നെ ഞാൻ റൂമിൽ എത്തുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിരിക്കും. ആദ്യം ഹെഡ് മസാജ്, പിന്നെ ഹെയർ പാക്ക്, ദെൻ ഫേഷ്യൽ മസാജ് ചെയ്തിട്ട് ഫേഷ്യൽ പാക്ക് ഇടും. എന്നിട്ടാണ് ഫുൾ ബോഡി മസാജ് ചെയ്യുന്നത്. അതിനുശേഷം ഫുൾ ബോഡി പാക്കും ഇടും. അപ്പോഴത്തേക്ക് നമ്മളുടെ അമ്മു വേദവെള്ളം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. ആദ്യം വേദ് കൊണ്ട് ആവി പിടിച്ചതിന് ശേഷമാണ് വേദ് കുളി. എല്ലാം കൂടി ചേർത്ത് ഒരു 2 മണിക്കൂർ പ്രൊസീജിയറാണ്. പക്ഷേ ആ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് കിട്ടുന്ന ഒരു ഉന്മേഷം അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കുളി കഴിഞ്ഞ് വന്ന ഉടനെ വിശ്വേകയുടെ തന്നെ ഒരു കാജലുണ്ട്, അത് വെച്ചിട്ട് കണ്ണൊക്കെ എഴുതും. പിന്നെ ഇത് യോനി ധൂപം എന്നാണ് പറയുന്നത്. നമ്മളുടെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ജലദോഷമൊന്നും വരാണ്ടിരിക്കാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ദെൻ മുടി നന്നായിട്ട് തോർത്തി തരുന്നതാണ് കേട്ടോ അമ്മു ശരിക്കും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്കൊരു അനിയത്തിയെ പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ മുടിയെല്ലാം നന്നായിട്ട് തോർത്തിയതിന് ശേഷം രാസനാദ്യം തലയിൽ തരുകും. അതിനുശേഷം കേശധൂപനം എന്ന് വെച്ചാൽ ഈ കുന്തിരിക്കൊക്കെ ഇട്ട് മുടി ഇങ്ങനെ പുകച്ചു വിടില്ലേ, അത് തന്നെ. പിന്നെ അമ്മു തന്നെ എൻ്റെ തല കുളിപ്പിന്നലൊക്കെ പിന്നി തന്നിട്ട് കുളിച്ച് കുട്ടപ്പയായിട്ട് ഞാൻ ഇനി റൂമിലോട്ട് പോവാണ്. പക്ഷെ അതിന് മുന്നേ ഒരാളെ കാണിച്ചു തരാം, ജാനി. അവളെപ്പോഴും എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയാറാകുമ്പം ആ റൂമിലോട്ട് വരും. കാരണം അടുത്തത് എന്താ, നമ്മളുടെ ബേബിയുടെ കുളിയാണ്. അപ്പോൾ അംബ്രോസ് നല്ല സുഖിച്ച് കിടക്കുകയാണ്. അവൻ മിക്കവാറും ഒന്നും അത്ര കരയത്തില്ലായിരുന്നു. ചിലപ്പോൾ വിശന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ മാത്രം കരയും, അല്ലെങ്കിൽ അവൻ വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു കുളിക്കുന്ന സമയത്ത്. അപ്പം ജാനിയാണ് അതിന് കൂട്ടിരിക്കുന്നത്. റൂമിൽ വന്ന ഉടനെ തന്നെ ആദ്യം ചുക്ക് കാപ്പി ഞാൻ കുടിക്കും. പിന്നെ ഗാർഗിൾ ചെയ്യാനായിട്ട് കുറച്ച് വേദ് വെള്ളം തരും. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അങ്ങ് ദുബായിൽ നിന്ന് കൊച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവളെ നാട്ടിൽ ലീവിന് വന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റിന് കൂടിയാണ് വന്നത്, വിശ്വേകയിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് കൂടിയാണ് വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിനെയും കാണാനായിട്ട് അവൾ വന്നു. ഗിഫ്റ്റൊക്കെ കൊണ്ടാണ് വന്നത്. സ്നേഹനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് കാണുന്നത്. അതിൻ്റെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഈവനിങ് ആകുമ്പോൾ എല്ലാ ദിവസവും കുന്തിരിക്ക ഇട്ട് റൂമെല്ലാം ഒന്ന് പുകയ്ക്കും. പിന്നെ ജാനീനെ പറ്റി പറയുകയാണെങ്കിൽ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ അവൾ ഒരു നേരം റൂമിലിരിക്കത്തില്ലായിരുന്നു. കാരണം ഒന്നാമത് നല്ല വിശാലമായ ഒരു മുറ്റമാണുള്ളത്. പിന്നെ ഇത് നമ്മളുടെ തെറാപ്പിസ്റ്റ് പിള്ളേരുടെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ ഹോസ്റ്റലാണ്. സോ ആ ഏരിയയിൽ എപ്പോഴും കാണും ജാനി, കാരണം അവിടുത്തെ പിള്ളേരെല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായി. അവർ തന്നെ പറഞ്ഞു ജാനീനെ തിരിച്ച് വീട്ടിൽ വിടുന്നില്ല, ഹോസ്റ്റലിൽ നിർത്തിക്കോ, വീക്ക്ലി വൺസ് ഞാൻ വന്ന് കണ്ടാൽ മതിയെന്ന്. അത്രയും ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്കും ജാനിക്കും. അതുപോലായിരുന്നു, എല്ലാവരോടും വലിയ കാര്യമായിരുന്നു. പിന്നെ ഡിന്നർ വന്നു. എന്നും രാവിലെയും രാത്രിയും പാലുണ്ടാവും. രാവിലെ മുട്ടയും ഉണ്ടാവും, അല്ലെങ്കിൽ ഏത്തപ്പഴം, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. ഡിന്നർ മാറി മാറി വരും. ചപ്പാത്തി ഉണ്ടാവും, ഇടിയപ്പം, അങ്ങനെ ഒരു ദിവസം കഞ്ഞിയായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും അതും ടേസ്റ്റിയാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അവിടുത്തെ ആൻറ്റിമാരുണ്ടാക്കുന്ന ഫുഡെല്ലാം
ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഈവനിങ് ആകുമ്പോൾ വേദവെള്ളം കൊണ്ടുവയ്ക്കും. അപ്പോൾ ഒരു ഈവനിങ് ബാത്തും കൂടി ഉണ്ട്. പിന്നെ പിള്ളേരായിട്ട് ഇങ്ങനെ കളിച്ചൊക്കെ ഇരുന്നിട്ട് നേരെ കിടന്നുറങ്ങും. രാവിലെ സെയിം റൂട്ടീൻ റിപ്പീറ്റ്സ്. അങ്ങനെ ഇരിക്കെ വേറൊരു വിസിറ്റർ വന്നു. വേറെ ആരുമല്ല, KS സായി മളവിക. സത്യത്തിൽ സായിയുടെ വീടിന് തൊട്ടടുത്താട്ടോ ഞങ്ങളുടെ ഈ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ. അപ്പോൾ അവൾ എന്നും വരണം 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 എന്നൊക്കെ പറയുന്നല്ലാതെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പല പല തിരക്കുകൾ കാരണം. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് നിറയെ പഴംപൊരിയും വടയും ഒക്കെ ആയിട്ട് പുള്ളിക്കാരത്തി വന്നു. കുറേ നേരം ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ടാണ് അവൾ വീട്ടിൽ പോയത്. അതൊരു സന്തോഷമാണ്. നമ്മളിങ്ങനെ വേറെ ഒരു ആക്ടിവിറ്റീസും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ചില്ലാക്കിയിട്ട് പോകുന്നത് ഭയങ്കര രസമാണ്. മരിയ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മിക്കവാറും ഒക്കെ ഞാൻ വന്നിരിക്കാറുള്ളൊരു സ്ഥലമാണ് ഈ ഒരു സ്വിങ്. ഭയങ്കര ഒരു വൈബാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇത് രേവതി. ജാനിക്ക് ഇവിടുത്തെ എല്ലാ ചേച്ചിമാരുമായിട്ടും ഭയങ്കര കമ്പനിയാണെങ്കിലും രേവതിയായിട്ട് ഒരു പ്രത്യേക സ്നേഹമാണ്. കാരണം ജാനിയുടെ എല്ലാ തല്ലിപ്പുള്ളിത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ആളാണ് രേവതി. അപ്പോൾ രേവതിയോട് അവൾക്ക് പ്രത്യേക ഒരു സ്നേഹമായിരുന്നു. പിന്നെ ഇവിടുത്തെ ജാനിയുടെ മറ്റൊരു ആക്ടിവിറ്റി ആയിരുന്നു, ജാനിയുടെ സ്കൂട്ടർ ജയ്ഷയുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഫുൾ ടൈം ഒന്നുമില്ല, ഒരു കുറച്ച് സമയം അവൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കും, ഈ ഒരു സ്കൂട്ടറിൽ കയറി ഇങ്ങനെ ചുമ്മാ കറങ്ങാൻ. മീറ്റ് രേവതി അഗെയിൻ. അമ്മൂന് ഒരു 3 ദിവസം ലീവ് എടുത്ത് നാട്ടിലോട്ട് പോയേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത് രേവതിയാണ്. ഹലോ, ഇന്ന് വിശ്വേക് ഒരാൾക്ക് നാളെ വന്നിട്ട് ഇന്ന് വിശ്വേകയിൽ ഞാൻ വന്നിട്ട് 10th ഡേ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും വേറെ വീഡിയോസ് ഒന്നും എടുക്കാത്തത് ഈ 9th ഡേ വരെ സെയിം പ്രൊസീജിയർ ആയിരുന്നു. കാരണം ഹെഡ് മസാജ്, ഫേസ് മസാജ്, പാക്ക്, ബോഡി ഓയിൽ മസാജ്, പിന്നെ വേദ് ആവിയായിട്ട് തന്നിട്ട് പിന്നെ വേദ് കുളിക്കും. ഇത്രയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 10th ഡേയിൽ ഒരു എക്സ്ട്രാ നമുക്ക് ഇന്ന് ചെയ്യാൻ പോണത് വേണ്ടേ, ആ സ്റ്റീം ബോക്സിൽ എന്നെ കയറ്റിയിരുന്നു. ഇന്ന് സ്റ്റീമും കൂടെ ഉണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഇന്നത്തെ എക്സ്ട്രാ ഒരു പ്രൊസീജിയർ. അപ്പോൾ വേദ് നമ്മൾ ആവി പിടിക്കില്ല, നേരെ ഇതിലോട്ട് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ തെറാപ്പിസ്റ്റിന് രേവതിയാണ്. ആക്ച്വലി അമ്മു ആയിരുന്നു. അമ്മു എന്ന് പറഞ്ഞിട്ടുള്ള തെറാപ്പിസ്റ്റായിരുന്നു എനിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്ക് ലീവ് എടുത്തിട്ട് നാട്ടിലോട്ട് പോയി. അപ്പോൾ പകരത്തിന് എനിക്ക് കിട്ടിയ ആളാണ് രേവതി. ഈ കാണുന്നവരൊന്നും അല്ല കേട്ടോ. ഞാൻ മറ്റേ സംഭവം പറയട്ടെ, നെത്തോലി ഒരു ചെറിയ മീനല്ല പോലെ ഇവളെ കണ്ടാൽ ഇതൊക്കെ ഇത്രേ ഉള്ളൂ. പക്ഷേ മസാജ് എൻ്റെ പൊന്നോ, എനിക്ക് ദേഹത്ത് അവിടെ ഇവിടെ നമ്മൾ എൻ്റെ അടുത്ത് വെച്ചു ബോഡി പെയിൻ ഉണ്ടോന്ന്. അപ്പം എനിക്ക് അങ്ങനൊന്നും പെയിനില്ല, ഇടയ്ക്കെങ്ങാണ്ടൊക്കെ ഉള്ളൂ. പക്ഷേ ഇവൾ ഈ നീരെല്ലാം ഇങ്ങനെ തിരുമ്മി ഉടയ്ക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ബോഡിയിൽ ഇത്രയും പെയിനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് കുറേ മാറ്റമുണ്ട്. നന്നായിട്ടാണ് എനിക്ക് മസാജൊക്കെ ചെയ്ത് തന്നത്. അപ്പം ഞങ്ങൾ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റിലോട്ട് കടക്കുകയാണ്. ബൈ. സ്റ്റീം ബോക്സ് റെഡിയാണ്. ഇനി എന്നെ പുഴുങ്ങിയെടുക്കുന്ന സീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കാണുമ്പോൾ ഇതൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ഇതിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ്. ശരിക്കും നമ്മളെ പുഴുങ്ങിയെടുക്കുക തന്നെയാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ചൂടുവെള്ളത്തിലൊരു കുളി കഴിയുമ്പോൾ എന്ത് സുഖമാണെന്നറിയോ. പിന്നെ ആസ് യൂഷ്വൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മോനെയും കുളിപ്പിച്ച് നേരെ റൂമിലോട്ട് വിട്ടു. ഹലോ, ഇന്നത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ റൂമിൽ വന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. ഉറങ്ങാനൊന്നും പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാച്ചനും അമ്മയും വന്നു. ഇന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സത്യം പറയാലോ വിശന്ന് കരിഞ്ഞു പോയി. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ ആവശ്യത്തിന് പാല്, ജ്യൂസ്, പിന്നെ എന്തൊക്കെയോ അങ്ങനെയൊക്കെ ലഘുവായിട്ട് കഴിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഇന്ന് സ്റ്റീമും കൂടെ അല്ലായിരുന്നോ. എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ ടയേർഡായിപ്പോയി. അങ്ങനെ ഞാൻ വന്നപ്പം മോൻ എണീറ്റ്, പക്ഷെ അവൻ കരയുമല്ല, ജേഷൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, അവനെ പോലും നോക്കാണ്ട് നേരെ പോയി ആഹാരം കഴിച്ചു. അത്രയ്ക്ക് വിശപ്പായിരുന്നു. അങ്ങനെ ആഹാരം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവന് പാലൊക്കെ കൊടുത്തു, അവൻ ഉറക്കി. അവൻ്റെ ഉറക്കം എണീക്കാറായിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഈവനിങ് ഇപ്പോൾ 4:30 നമ്മുടെ സ്നാക്സ് വന്നിട്ടുണ്ട്, ചായ സ്നാക്സും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനൊരു കാരണമുണ്ട്. ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയാനായിട്ട് അടിപൊളിയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന അതേപോലത്തെ ടേസ്റ്റാണ്. അമ്മയും പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ നല്ല മീൻ കറി ആണെങ്കിലും ഇന്നലെ മിനിഞ്ഞാന്നെന്തോ ചിക്കൻ കറി ആയിരുന്നേ. അപ്പം ബുധനാഴ്ചയും ഞായറാഴ്ചയും മാത്രം അവിടെ ചിക്കൻ കറി ഉച്ചയ്ക്ക്. അപ്പോൾ അന്നത്തെ ദിവസം ഡിന്നർ എന്ന് പറയുന്നത് കഞ്ഞിയായിരിക്കും. എല്ലാം ടൈമിങ്ങിന് എത്തും കേട്ടോ, ഒരു സമയം മാറ്റവും ഇല്ല, എല്ലാം കൃത്യം. ലൈറ്റ് ഇട്, ജാനി ലൈറ്റ് അണിച്ചു. പിന്നെ നമുക്കും പുറത്തുനിന്ന് ഫുഡെല്ലാം കൊണ്ടുവരാം കേട്ടോ, കൊണ്ടുവന്ന് കഴിക്കാം, അതൊന്നും കുഴപ്പമില്ല.
അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ രാത്രി ഡിന്നർ എന്തായിരിക്കും എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ജയേഷേട്ടൻ ഇന്ന് പുറത്ത് പോയിരിക്കുക. അമ്മ അച്ചാച്ചനും അത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. അവരിപ്പം വീട്ടിലോട്ട് പോയതേ ഉള്ളൂ. ഇന്ന് അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ജയേഷേട്ടൻ ആക്ച്വലി ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതായത് ലേറ്റ് ആയത്. അപ്പോൾ അമ്മയ്ക്കും അച്ചാച്ചനും വേറൊരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകേണ്ടത് കൊണ്ട് അവരെങ്ങ് പോയി. അപ്പോൾ ഇനി അവിടെ ചെന്ന് ജയേഷേട്ടൻ അച്ചാച്ചന് ഷർട്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും ജാനി ചായ കുടിക്കാൻ പോകണം. ജാനി അങ്ങനെ ചായ കുടിക്കില്ല, പക്ഷെ ചില സമയത്ത് ഒരു ബന്ധമില്ലാണ്ട് വന്ന് ചായ ചോദിക്കും. അമ്മ ചായ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വല്ലപ്പോഴൊക്കെ അവൾ ചായ കുടിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ. ഹലോ, ഇന്ന് വിശ്വേക ആയുർവേദയിൽ വന്നിട്ട് ഉള്ള ലാസ്റ്റ് ഡേ ആണ്, 14th ഡേ. അപ്പോൾ ഇന്ന് ഞവരക്കിഴിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ ചെയ്തതുപോലെ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാത്തത് മിക്കവാറും പ്രൊസീജിയേഴ്സ് എല്ലാ ഡേയ്സും ഒരുപോലെ ആയിരുന്നു. എക്സ്ട്രാ വന്നത് ഇലക്കിഴിയും ഞവരക്കിഴിയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് വേറൊരു സംഭവമുണ്ട്, ധാരയുണ്ട്. സോ നീ വന്നേ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് അമ്മു. ഞാനും അമ്മു, ഇത് അമ്മു. അമ്മു ആണ് ശരിക്കും എൻ്റെ തെറാപ്പിസ്റ്റായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു 4 days ലീവിന് നാട്ടിൽ പോയ സമയത്താണ് രേവതി എനിക്ക് ട്രീറ്റ് ചെയ്തത്. സോ അമ്മു 14ാമത്തെ ദിവസമായപ്പോൾ എന്താ തോന്നുന്നത്? വിഷമോട്ട് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, പക്ഷെ ഞാൻ മിസ് ചെയ്യും പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ജാനി ഇവിടെ ഒരു ബഹളം അലങ്കോലമാക്കി വെച്ചിരിക്കുക. അപ്പോൾ ജാനി പോകുമ്പോൾ എന്തായാലും അവളുടെ ഒച്ചയും ബഹളമൊക്കെ ഇവിടെ കാണത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര വിഷമം. എന്നിട്ട് പറയാ അവളിവിടെ നിർത്തിയിട്ട് പോകും, ഞാൻ ആഴ്ചയിൽ വന്ന് കണ്ടാൽ മതി. സോ ഇനി താങ്ക് യു അമ്മു അടിപൊളിയാണ്, നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ശരിക്കും ഞാൻ ബാക്ക് ടു നോർമൽ ആതിരമുരളിയായിട്ടാണ് പോകുന്നത്. സോ അതിന് താങ്ക്സ് അമ്മുവിനും രേവതിക്കും കൂടെയാണ്. സോ മതിയാ. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് ഒരു ബൈ കൂടെ പറഞ്ഞു. അങ്ങനെ 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ഇതേ കുളിച്ച് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഫേഷ്യലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ ഒരു മേക്കപ്പും ഇല്ലാണ്ട് ഈ ഫുൾ വ്ളോഗിൽ മിക്കവാറും എല്ലാം തന്നെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി ഇനി വീട്ടിലോട്ട് പോകല്ലേ, കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് എന്തേണ്ടേ, ചുക്ക് കാപ്പിയും കിട്ടി, ഗാർഗിൾ ചെയ്യാനുള്ള വെള്ളം കിട്ടി. ഇനി ബേബിയെ കുളിപ്പിക്കുന്നതാണ് അടുത്ത പാർട്ട്. അവനെ കുളിപ്പിക്കട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ പോയി ഒന്ന് റെഡി ആവട്ടെ. ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവാം. അപ്പോൾ ഞാൻ നമ്മുടെ രേവതിക്കും അമ്മൂനുമായിട്ട് ഡോക്ടറിനായിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാം. രേവതി ഇപ്പോൾ പ്രൊസീജിയർ റൂമിൽ, ട്രീറ്റ്മെൻറ്റ് റൂമിലാണ്. രേവതി ഒന്ന് വരുമോ? വാ, ഞങ്ങൾ ഇറങ്ങു പോവാ. ഞങ്ങളുടെ കുഞ്ഞു ഗിഫ്റ്റ്. കയ്യിൽ എണ്ണയാണോ? കളറില്ല, ഞങ്ങൾ ഇട്ടരട്ടെ. വെളിയില്ല. അയ്യോ, രേവതിയായിരുന്നു ജാനിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. രേവതി ബൈ ബൈ. ഓക്കെ, ഇതാണ് എൻ്റെ മെയിൻ തെറാപ്പിസ്റ്റ് അമ്മൂന് ഒരു ഗിഫ്റ്റ്. ഡോക്ടർ കൊണ്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെയാണ് അംഗം. എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വിശേഷങ്ങൾ തുടർന്നുള്ള വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.